ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണക്ട് ചെയ്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു അനാവശ്യമായി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോൾ ഷാഫിയുടെ ഒരു പ്രശ്നം, ഷാഫി കൂടുന്നിടത്തൊക്കെ വലിയ ആള് കൂടുന്നു, ആരവങ്ങൾ ഉണ്ടാകുന്നു. ശരിക്കും CPM ഷാഫിയെ ഭയക്കുന്നുണ്ടോ? ഷാഫി വരുമ്പോഴല്ല നിങ്ങൾ എന്ത് ഷാഫി, നിങ്ങൾക്കിത് ചോദിക്കാൻ കഴിയുന്നല്ലോ എന്നുള്ളതാണ് ഞാൻ ഭയപ്പെടുന്നത്. എങ്ങനെ ഇത് ചോദിക്കാൻ കഴിയും? എന്ത് ഷാഫി, ഏത് ഷാഫി? ഇത് ഷാഫി ആരാ? ഇത് ഷാഫി കുറച്ച് ആളെയും കൂട്ടി നടന്നാൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ മറച്ചു പിടിക്കാൻ കഴിയുമെന്നാണോ? ഇങ്ങനെയുള്ള കുറേ ആളെയും കൊണ്ട് നടന്നിട്ട് ആരവുണ്ടാക്കുക, ആരവുണ്ടാക്കിയിട്ട് ഞാൻ വലിയ നേതാവായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം പരിഹരിക്കാൻ കഴിയുന്നതാണോ? അതുകൊണ്ടൊന്ന് ഈ പ്രശ്നം പരിഹരിക്കൽ, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ ദൃശ്യമാധ്യമങ്ങൾ എല്ലാ കാര്യം ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യവും ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഷാഫി ഞങ്ങളുടെ മുമ്പിൽ ആര്? ശരി, അത് തന്നെയാണ് ചിറ്റപ്പനോടും പറയാനുള്ളത്. ദൃശ്യ മാധ്യമങ്ങളിലൂടെ എല്ലാവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശബരിമലയിലെ അയ്യന്റെ പൊന്നു കട്ടത് അത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ ജനം കണ്ടു കഴിഞ്ഞു. മുരാരി ബാബുവിന്റെ പേര് ഉണ്ണികൃഷ്ണൻ പോക്കി പറഞ്ഞത് അത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ ജനം കണ്ടു കഴിഞ്ഞു. ബാബു വാസുവിന്റെ പേര് പറഞ്ഞത് അത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ ജനം കണ്ടു കഴിഞ്ഞു. പിന്നെ അതും കഴിഞ്ഞ് വാസു പത്മകുമാറിന്റെ പേര് പറഞ്ഞത്, പത്മകുമാർ ദൈവതുല്യന്റെ പേര് പറഞ്ഞത്, ആ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിലേക്ക് വഴിച്ചിഴച്ചത് നിങ്ങൾക്ക് ഒളിച്ചു പിടിക്കാൻ ഒരുപാടധികം ഉണ്ട് എന്നുള്ളത് ജനം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ചിറ്റപ്പന് തലയിലേക്ക് വെടിയുണ്ട തളച്ചത്, ആ വെടിയുണ്ട ചിറ്റപ്പന്റെ മജ്ജയിൽ ഇങ്ങനെ ലയിച്ചു ചേരുന്നു എന്ന് ചിറ്റപ്പൻ പറഞ്ഞത്, അതൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ജനം വിലയിരുത്തുന്നതും. ഏറ്റവും അവസാനമായിട്ട് ഷാഫിയെ നേരിടാൻ കഴിയാതെ വന്നപ്പോ അയാളുടെ മൂക്കിന്റെ പാലം അടിച്ച് തകർത്തിട്ട് അതും കഴിഞ്ഞ് ചിറ്റപ്പൻ വെല്ലുവിളിച്ചു, ഇനിയും ഇതുമാറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ മൂക്കിന്റെ പാലമേ തകർന്നുള്ളൂ, ഇനി അങ്ങോട്ട് പലതും തകരുമെന്ന് ചിറ്റപ്പൻ വെല്ലുവിളിച്ചു, ഭീഷണിപ്പെടുത്തി. അപ്പോ ഏത് ഷാഫി, എന്ത് ഷാഫി എന്ന് ചോദിച്ചാൽ വ്യക്തമായ അറിവുണ്ടാവണം മിസ്റ്റർ ജയരാജൻ. നിങ്ങൾക്ക് വ്യക്തമായ അറിവുണ്ടാവണം. നിങ്ങൾക്കറിയാം, അറിയില്ലെന്ന ഭാവം നടിച്ചിട്ട് കാര്യമില്ല. ഇനി അറിയില്ലെങ്കിൽ ഒരു കാര്യം താങ്കളോട് സൂചിപ്പിക്കാനുള്ളത്, താങ്കള് ആ വൈദേഹം റിസോർട്ടില് KK ശൈലജയ്ക്ക് ഒരു മുറി ഒരുക്കുക, എന്നിട്ട് താങ്കളുടെ സഹധർമ്മിണിയെയും കൂട്ടുക, എന്നിട്ട് ആ വൈദേഹം റിസോർട്ടിൽ പോയിട്ട് ശൈലജയോട് ഒന്ന് വ്യക്തമായിട്ട് ചോദിക്കുക, ആരാണ് ഷാഫി പറമ്പിൽ എന്ന്. ശൈലജ പറഞ്ഞു തരും ആരാണ് ഷാഫി പറമ്പിൽ എന്ന്. ഷാഫി പറമ്പിലെ എഫക്ട്, അയാൾ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്നുള്ളത് KK ശൈലജ പറഞ്ഞു തരും നിങ്ങൾക്ക്. KK ശൈലജയുടെ ഉറക്കം കെടാനുള്ള കാരണം എന്താണെന്ന് KK ശൈലജ പറഞ്ഞു തരും. ഇനി ആരും ഒന്നും പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം മിസ്റ്റർ ചിറ്റപ്പൻ. ഇപ്പൊ വടകരയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകരയിൽ, മലബാറിൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്നലെ ഞങ്ങൾ കണ്ടു, തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ഞങ്ങൾ കണ്ടു, അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾക്ക് കാണാം ഷാഫിയുടെ പ്രഭാവം എന്താണെന്ന്. അയാൾ പോകുന്നിടത്തേക്കെല്ലാം അയാൾ ബസ്സും വിളിച്ച് അതിൽ ആളെ കുത്തി നിറച്ചിട്ടല്ല പോകുന്നത്. അയാൾ പോകുന്നിടത്ത് ജനങ്ങൾ തടിച്ചു കൂടുകയാണ്. ഇനി നിങ്ങൾക്കറിയില്ലെങ്കിൽ മറ്റൊരു കണക്ക് ഞാൻ പറഞ്ഞു തരാം. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ഷാഫി പറമ്പിൽ വടകരയിൽ പാലക്കാട് നിന്ന് വണ്ടി കയറി വടകരയിൽ വന്നിറങ്ങിയ ദിവസം, അന്ന് വടകരയുടെ റെയിൽവേ സ്റ്റേഷന് തൊട്ട് പരിസരത്ത് വടകര അങ്ങാടിയില് അന്ന് തടിച്ചു കൂടിയ ജനം, ആ ജനമായിരുന്നു ആ 2024 റിസൾട്ട് എണ്ണിയപ്പോൾ KK ശൈലജ എന്ന് പറയുന്ന നിങ്ങളുടെ ലോകമറിയുന്ന നേതാവ് എന്ന് നിങ്ങൾ വീമ്പളക്കുന്ന ശൈലജയെ തുന്നം പാറിച്ച ഷാഫി പറമ്പിൽ 1,14,506 വോട്ടിന് KK ശൈലജ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. തോൽക്കുമെന്നുള്ളത് പോലും ശൈലജ അങ്ങനെ ആലോചിച്ചിട്ടില്ല. വിജയം ഉറപ്പിച്ചതിന്റെ ഭാവമായിരുന്നല്ലോ ശൈലജക്ക്. അതതിന്റെ ഭാഗമായിട്ടായിരുന്നല്ലോ KK ശൈലജ ഡൽഹിയിൽ ഫ്ലാറ്റ് വാങ്ങി കൂട്ടിയത്. ആ പാർലമെന്റിലെ സമ്മേളനത്തിന് പോകുമ്പോൾ താമസിക്കാൻ ഡൽഹിയിൽ ഫ്ലാറ്റ് വാങ്ങിയ വ്യക്തിയാണ് തെരഞ്ഞെടുപ്പിന് മുൻപേ KK ശൈലജ. ആ KK ശൈലജയെ വടകരയുടെ മണ്ണിൽ നിന്ന് പിഴുതെറിയാൻ ഷാഫി പറമ്പിലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ജയരാജ, നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നേറ്റം നടത്തുന്നതിൽ ഒന്നാമത് അത് വടകര പാർലമെന്റ് മണ്ഡലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട.
ഷാഫി ഷോയാണ്, ഷാഫിയുടെ മെഗാ ഷോയാണ് വടകരയുടെ മണ്ണിൽ നടക്കുന്നത്. ആ ഷോ നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ. അത് നിങ്ങളുടെ എത്ര വലിയ കോട്ടകളാണെങ്കിലും ശരി, ആ കോട്ടകളെല്ലാം തകർന്ന് തരിപ്പണമാകും ജയരാജ. ജയരാജന് അത് ബോധ്യമില്ലാഞ്ഞിട്ടല്ല, ജയരാജന് അത് മനസ്സിലാകാഞ്ഞിട്ടല്ല, ജയരാജന് നല്ല ബോധ്യമുണ്ട്. നല്ല ബോധ്യത്തിന്റെ പുറത്ത് തന്നെയാണ് ജയരാജൻ ഈ വിളക്കുന്നത്. കാരണം എന്താ? കോട്ടകൾ പലതും തകർന്നു കഴിഞ്ഞു എന്നുള്ള ബോധ്യം ജയരാജനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അത് ജയരാജനെ മാത്രമല്ല, അന്തംഗാമി അടിമകളെ എല്ലാ എണ്ണത്തിനെയും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അത് കൂത്തുപറമ്പിലാണെങ്കിലും തലശ്ശേരിയിലാണെങ്കിലും വടകരയിലാണെങ്കിലും പേരാമ്പ്രയിലാണെങ്കിലും കുറ്റ്യാടിയിലാണെങ്കിലും നാദാപുരത്താണെങ്കിലും കൊയിലാണ്ടിയിലാണെങ്കിലും ഷാഫിയെ കാത്തു നിൽക്കാൻ ആളുകളുണ്ട്. ഇവിടങ്ങളിലെ നിങ്ങളുടെ കോട്ടകൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. പേരാമ്പ്രയിലെ നിങ്ങളുടെ ആസൂത്രണമായ അയാൾ ആക്രമിച്ചത് അത് തെളിയിക്കുന്നത് പേരാമ്പ്രയുടെ മണ്ണിലെ ഒരു കോളേജ് തെരഞ്ഞെടുപ്പില് അവിടെ KSUവിന്റെ കുട്ടികൾ UDF കുട്ടികൾ വിജയിച്ചു കയറിയതെല്ലാം നിങ്ങളെ ഭയപ്പെടുത്തിയത്. കാരണം 2024 തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്ര നിങ്ങളുടെ LDF കൺവീനർ TP രാമകൃഷ്ണന്റെ മണ്ഡലമായ പേരാമ്പ്രയിൽ മാത്രം ഷാഫിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 19,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷം അവിടെ നിന്ന് നേടിക്കഴിഞ്ഞപ്പോഴേ നിങ്ങൾ ഉറപ്പിച്ചതാ കോട്ട കൊത്തളങ്ങൾ തകർന്നടിഞ്ഞിരിക്കുന്നത് എന്ന്. ഉളുപ്പില്ലേ ജയരാജ ഇതൊക്കെ പറയാൻ? ആ വടകരയുടെ മണ്ണിൽ കാലൂന്നി നിന്നുകൊണ്ടാണോ താങ്കൾ ഇതൊക്കെ പറയുന്നത്? അല്ലെങ്കിലും എന്ത് ഉളുപ്പല്ലേ, എന്ത് ഉളുപ്പ്! സഖാവാണെന്ന് പറഞ്ഞുകൊണ്ട് RSSകാരനെ ഹോട്ടൽ മുറികളിൽ പോയി കണ്ട് സംസാരിച്ച് ഇറങ്ങിപ്പോയ താങ്കൾക്ക് എന്ത് ഉളുപ്പ്? താങ്കൾക്ക് എന്ത് ആശയം, എന്ത് ആദർശം, എന്ത് സഖാവ്, എന്ത് പാർട്ടി, എന്ത് പ്രസ്ഥാനം? നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം, രാഷ്ട്രീയ നേട്ടങ്ങളല്ല, പേഴ്സണൽ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സംഘ് പരിവാറിന്റെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടാൻ തയ്യാറായ ഒരു രാഷ്ട്രീയ പിമ്പ്. അത്ര മാത്രമേ പൊളിറ്റിക്കൽ ഈ ജയരാജനെ കുറിച്ച് പറയാനുള്ളൂ. അവൻ ജയരാജന് ഷാഫിയെ അറിയില്ല പോലും. ജയരാജ രാത്രി ഉറങ്ങാൻ കടന്നു കഴിഞ്ഞാൽ കണ്ണടക്കുമ്പോ കാണുന്ന മുഖം ആരുടേതാ? നിങ്ങളെ മാത്രമല്ല, സഖാക്കൾ അത്രയും രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ, കണ്ണടച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന മുഖം അത് കേരളത്തിൽ ഷാഫി പറമ്പിലിന്റേതാ. വടകരയിലെ ശൈലജയെ തോറ്റ് തുന്നം പാലിച്ച ഷാഫിയുടേത്. പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് വടകരയിലേക്ക് നടന്നു കയറിയ ഷാഫിയുടേത്. വടകരയുടെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ച ഷാഫിയുടേത്. അതിപ്പോ തെളിയിച്ചു കൊണ്ടിരിക്കുകയാ ഷാഫി. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പോലും രാത്രി 10 മണിയും കഴിഞ്ഞ്, രാത്രി 10 മണി എന്ന് ഞാൻ പറയാനുള്ള കാരണം നമ്മുടെ കേരളത്തില് ഈ പറയുന്ന ഉച്ചഭാഷിണി, അതായത് മൈക്കൊക്കെ ഉപയോഗിക്കാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 10 മണിയാണ്. ആ 10 മണി കഴിഞ്ഞും ഷാഫിയെ കാത്തു നിൽക്കുകയാണ് ജനങ്ങൾ. അവിടെ എത്തുന്ന ആ ഷാഫി പറമ്പിൽ തന്നെ കാണാൻ തടിച്ചു കൂടിയ ജനാവലിക്ക് മുന്നിൽ ഒരു മൈക്കിന്റെയും സപ്പോർട്ട് ഇല്ലാതെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സംസാരിച്ച് ഈ രംഗം ഇങ്ങനെ കൊഴുപ്പിക്കുകയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചുക്കാൻ ഏറ്റുപിടിച്ചുകൊണ്ട് മലബാറിന്റെ മണ്ണിൽ തേരോട്ടം നടത്തുന്ന ഷാഫിയെ കാണുമ്പോ നിങ്ങൾക്ക് വല്ലാതെ ക്രിമി കടിക്കുന്നുണ്ടല്ലേ ജയരാജ, അല്ലേ? നിങ്ങളുടെ ഓരോ കോട്ടകളും ഷാഫി പറമ്പിൽ പൊളിച്ചെടുക്കുന്നത് കാണുമ്പോ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്കത് താങ്ങാൻ കഴിയുന്നില്ല. നിങ്ങൾ നിൽക്കുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പോലും നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഇങ്ങനെ ഒലിച്ചു പോകുന്നത് കാണുമ്പോ ആരാണെങ്കിലും ഒന്ന് വ്യാകുലരാകും, ഒന്ന് ആശങ്കയുണ്ടാകും, വേവലാതിപ്പെടും, അസ്വസ്ഥതയുണ്ടാകും, അസഹിഷ്ണുതയുണ്ടാകും, രോഷം വരും, ഭീഷണിപ്പെടുത്തേണ്ടി വരും. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ നിങ്ങളുടെ ഈ പറയുന്ന മുൻകാല ചരിത്രങ്ങളും പാരമ്പര്യങ്ങളും. അതാണല്ലോ ഒഞ്ചിയത്തിന്റെ മണ്ണില് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മുൻ സഖാവിനെ വെട്ടി വീഴ്ത്താൻ കൊട്ടേഷൻ സംഘത്തെ അയക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന ചിറ്റപ്പൻ ഒഞ്ചിയത്തിന്റെ മണ്ണിൽ പോയിക്കൊണ്ട് TPയെ വെല്ലുവിളിച്ചതും ഭീഷണിപ്പെടുത്തിയതും. ആ മണ്ണിൽ നിന്ന്
ഈ പറയുന്ന ചിറ്റപ്പൻ AP ജയരാജൻ ഇറങ്ങിപ്പോയി 4 ദിവസം കഴിയുമ്പോഴാണ് മാഷാ അല്ലാഹ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച വാഹനം ഇന്നോവ ആ ഒഞ്ചിയത്തിന്റെ മണ്ണിലേക്ക് വരുന്നതും TPയെ വെട്ടി വീഴ്ത്തുന്നതും. അതുകൊണ്ട് ചിറ്റപ്പന് ഷാഫി ആരാണെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരൊറ്റ സെന്റൻസ് മാത്രം മതി. നിങ്ങൾ വീമ്പിളക്കിയ, അതല്ലെങ്കിൽ നിങ്ങൾ അതിയായി ആഗ്രഹിച്ച, നിങ്ങൾക്ക് അമിത ആത്മവിശ്വാസമുണ്ടായ, ആത്മവിശ്വാസം, കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് ഓവർ കോൺഫിഡൻസ് ഉണ്ടായ സ്ഥലമാണ് വടകര 2024 തെരഞ്ഞെടുപ്പിൽ. ആ വടകരയുടെ മണ്ണിൽ നിങ്ങളുടെ വരാനിരിക്കുന്ന മുഖ്യമന്ത്രി, ഈ ഭാവി മുഖ്യമന്ത്രി അല്ലെ, ആ ശൈലജയെ വടകരയുടെ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിച്ച വ്യക്തിയാണോ ഷാഫി പറമ്പിൽ? ചില്ലറയായിരുന്നില്ല ഭൂരിപക്ഷം. 1,14,506 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാ ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിൽ നിന്ന് ഡൽഹിക്ക് വണ്ടി കയറുന്നത്. അത് വടകരയുടെ മണ്ണിൽ നിന്നായിരുന്നില്ല, വടകരയിലെ ജനങ്ങളുടെ ജനമനസ്സുകളിൽ നിന്നാണ് അയാൾ ഡൽഹിക്ക് വണ്ടി കയറിയത്. KK ശൈലജയെ അടിച്ച് മൂലക്കിരുത്തിയത് വടകരയിലെ ജനങ്ങളാ. ആ വടകരയിലെ ജനങ്ങൾ അത്രയധികം വിശ്വസിച്ചതും അവർ കൊണ്ടു നടന്നതും ഷാഫി പറമ്പിലിനെയാ മിസ്റ്റർ ജയരാജൻ. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ആ പേര് കേൾക്കുമ്പോ തന്നെ ഇത്രയധികം അസ്വസ്ഥനാവുന്നുണ്ടെങ്കിൽ ജയരാജ, നിങ്ങൾ പലതും മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം.